മൂന്നാമത്തെ പാരഗ്രാഫ് നമുക്ക് നോക്കാം. We can understand the artificial neural network with the example. Consider the following a digital logic gate that take input and give an output. എന്നുവെച്ചാൽ ഒരു ഇൻപുട്ട് എടുത്ത് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന ഒരു ലോജിക് ഗേറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ ലോജിക് ഗേറ്റിനെ നമുക്ക് എടുക്കുക. ഓർ ഗേറ്റ് വിച്ച് ടേക്ക് ടു ഇൻപുട്ട്. നമ്മൾ ഓർ ഗേറ്റിലാണെന്നുണ്ടെങ്കിൽ രണ്ട് ഇൻപുട്ട് എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കും. അതാണല്ലോ ഓർ ഗേറ്റ് ചെയ്യുന്നത്. ഇഫ് വൺ ഓർ ബോത്ത് ഓഫ് ഇൻപുട്ട് ആർ ഓണോ, ഒന്നിലധികമോ ഇൻപുട്ട് എന്ത് ചെയ്യും, ഓണിലായിരിക്കും. രണ്ട് ഇൻപുട്ടുകളും അല്ലെങ്കിൽ എന്ത് ചെയ്യും, രണ്ട് ഇൻപുട്ടുകളും ഓഫിലാണെങ്കിൽ ദെൻ വി ഗെറ്റ് ഓൺ ഇൻ ഔട്ട്പുട്ട്. രണ്ട് ഇൻപുട്ടുകളും ഓൺ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായും ഓൺ ആയിരിക്കും. ഇഫ് ബോത്ത് ദി ഇൻപുട്ട് ആർ ഓഫ്, രണ്ട് ഇൻപുട്ടുകളും ഓഫ് ആണെന്നുണ്ടെങ്കിൽ വി ഗെറ്റ് ഔട്ട്പുട്ട് ഇൻ ഓഫ്. രണ്ട് ഇൻപുട്ടുകളും ഓൺ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഓൺ ആവും, രണ്ട് ഇൻപുട്ടുകളും ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഓഫ് ആവും. എന്തിൽ, ഓർ ഗേറ്റിൽ. ഹിയർ ദി ഔട്ട്പുട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാവും ഔട്ട്പുട്ട് ഉണ്ടാവുക. അവർ ബ്രെയിൻ ഡസ് നോട്ട് പെർഫോം ദി സെയിം ടാസ്ക്. നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യില്ല, നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ജോലിയും ഒപ്പം ചെയ്യുന്നുണ്ടാവും ഇല്ല. ദി ഔട്ട്പുട്ട് ദി ഇൻപുട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചേഞ്ചിങ് ബിക്കോസ് ദി ന്യൂറോൺസ് ഇൻ അവർ ബ്രെയിൻ വിച്ച് ആർ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകൾക്കിൻ്റെ കാരണം ഇൻപുട്ട് ബന്ധത്തിലേക്കുള്ള ഔട്ട്പുട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ വരുന്നത്. അവർ ബ്രെയിൻ ഡസ് നോട്ട് പെർഫോം ദി സെയിം ടാസ്ക്. ദി ഔട്ട്പുട്ട് ഈസ് ഇൻപുട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചേഞ്ചിങ് ബിക്കോസ് ദി ന്യൂറോൺസ് ഇൻ അവർ ബ്രെയിൻ. ഇനി നമുക്ക് നമ്മുടെ ആർക്കിടെക്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. ഇത്ര നേരം പറഞ്ഞൊക്കെ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടായിരുന്നു. ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ആർക്കിടെക്ചർ ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. To understand the concept of the architecture of an artificial neural network, we have to understand what a neural network consists of in order to define a neural network that consists of a large number of artificial neurons, which is termed unit arranged in a sequence of layers. Let's look at the various type of layers available in an artificial neural network. ഇത് നമ്മൾ നേരെ പറഞ്ഞു തന്നെയാണ് എല്ലാം അതിൽ പറയുന്നത്. ഒരു ന്യൂറൽ നെറ്റ്വർക്കിന് നിർവചിക്കാൻ ധാരാളം കൃത്രിമ ന്യൂറോണുകൾ അടങ്ങിയതാണ്. അതേ പാളികളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് യൂണിറ്റുകൾ എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ കൃത്രിമ ന്യൂറോൺ നെറ്റ്വർക്ക് ലഭ്യമായ വിവിധ പാളികൾ ഏതൊക്കെയെന്ന് നോക്കാം നമുക്ക്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് പ്രൈമർലി കൺസിസ്റ്റ് ഓഫ് 3 layers. 3 ലെയേഴ്സിലാണ്, ലെയേഴ്സ് മീൻസ് പാളികൾ, 3 ലെയേഴ്സിലാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉള്ളത്. അത് ഏതൊക്കെയാണ്, ഇൻപുട്ട് ലെയർ, പിന്നെ ഒരു ഹൈഡൻ ലെയർ ഉണ്ട്, പിന്നെ ഔട്ട്പുട്ട് ലെയർ. ഇൻപുട്ട് ലെയർ, ഹൈഡൻ ലെയർ, ഔട്ട്പുട്ട് ലെയർ. നമുക്ക് ഇൻപുട്ട് ലെയർ നോക്കുക. ഇൻപുട്ട് ലെയർ ആ മഞ്ഞ ഇതിൽ കണ്ടോ, യെല്ലോ ഇതിൽ ഇൻപുട്ട് ലെയർ 4 ഇൻപുട്ടുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈഡൻ ലെയറിൽ 3 എണ്ണം. അത് കണ്ടോ, ഹൈഡൻ ലെയറും ഇൻപുട്ട് ലെയറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർകണക്ട് ചെയ്തിട്ടുണ്ട്, പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ട് എല്ലാ ഇൻപുട്ട് ലെയറും ഹൈഡൻ ലെയറും. പിന്നെ ഹൈഡൻ ലെയർ രണ്ടാമത്തെ ഹൈഡൻ ലെയർ, അതിൽ 4 പോയിൻറ്റ്സ് ഉണ്ട്. അതും എന്തുണ്ട്, ഈ ഹൈഡൻ ലെയർ 1ഉം ഹൈഡൻ ലെയർ 2ഉം തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതാണ് ഔട്ട്പുട്ട് ലെയർ. 2 ഔട്ട്പുട്ടാണ്, 4 ഇൻപുട്ടിൽ നിന്ന് 2 ഔട്ട്പുട്ടായിട്ട് കിട്ടി. ലാസ്റ്റ് ആ ഔട്ട്പുട്ട് ലെയർ ഈ ഹൈഡൻ ലെയർ 2ഉം തമ്മിൽ എന്തിട്ടുണ്ട്, പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ജനറൽ ആർക്കിടെക്ചർ ഓഫ് ആൻ ന്യൂറൽ നെറ്റ്വർക്ക്. ഓക്കെ, input layer. Okay, input layer, as the name suggests, it accepts input in several different formats provided by the programmer. പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അനുസരിച്ച് പ്രോഗ്രാമാണ് ഇൻപുട്ട് കൊടുക്കുക. അതെന്ത്, കുറേ ഇൻപുട്ട് പല ഫോർമാറ്റിലുള്ള ഇൻപുട്ടുകളും ഈ ഇൻപുട്ട് ലെയർ എന്ത് ചെയ്യും, സ്വീകരിക്കും.
രണ്ടാമത്തെ ലെയർ എന്ന് പറഞ്ഞാൽ ഹൈഡൻ ലെയറാണ്. ദി ഹൈഡൻ ലെയർ പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ഇൻപുട്ട് ലെയർ ആൻഡ് ഔട്ട്പുട്ട് ലെയർ. ഔട്ട്പുട്ട് ലെയറിനും ഇൻപുട്ട് ലെയറിനും ഇടയിലാണ് ഈ ഹൈഡൻ ലെയർ ഉള്ളത്. ഇത് പെർഫോം ആൾ കാൽക്കുലേഷൻ ഇൻ ഫൈൻഡ് ദി ഹൈഡൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് പാറ്റേൺസ്. ഹൈഡൻ ഫ്യൂച്ചേഴ്സും പാറ്റേൺസും കാൽക്കുലേഷൻ കണ്ടുപിടിക്കാനും വേണ്ടിയാണ്, അതേപോലത്തെ കാൽക്കുലേഷൻസിന് വേണ്ടിയാണ് ഈ ഹൈഡൻ ലെയർ എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റത്തെയാണ് ഔട്ട്പുട്ട് ലെയർ. 3 ലെയേഴ്സ് ഉള്ളത് ഇൻപുട്ട് ലെയർ, ഹൈഡൻ ലെയർ, ഔട്ട്പുട്ട് ലെയർ. ലാസ്റ്റത്തെ ലെയർ ആയിട്ടുള്ള ഈ ഔട്ട്പുട്ട് ലെയർ, ദി ഇൻപുട്ട് ഡസ് ത്രൂ എ സീരീസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ യൂസിങ് ദി ഹൈഡൻ ലെയർ. ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ ഔട്ട്പുട്ട് ലെയറിൽ കൂടിയാണ്. ഈ ഇൻപുട്ട് ഹൈഡൻ ലെയറിൽ കുറേ സീരീസ് ഓഫ് ട്രാൻസ്ഫോർമേഷന് പോകുന്നുണ്ട്, ഇൻപുട്ട് ട്രാൻസ്ഫോർമേഷൻസ് പോകുന്നു. അങ്ങനെ ഫൈനലി ലാസ്റ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ ഹൈഡൻ ലെയറിലാണ്. പിന്നെ ദി ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ടേക്ക് ഇൻപുട്ട് ആൻഡ് കമ്പ്യൂട്ട് ദി വെയിറ്റ് സം ഓഫ് ദി ഇൻപുട്ട്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ത് ചെയ്യും, ഇൻപുട്ട് എടുത്തുകൊണ്ട് അതിൻ്റെ വെയിറ്റിൻ്റെ ടോട്ടൽ സം എന്ത് ചെയ്യും, ഇൻപുട്ടായിട്ട് കൂട്ടും, ഇൻക്ലൂഡ് എ ബയാസ്. ദി കമ്പ്യൂട്ടേഷൻ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദി ഫോർം ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഫോർമാറ്റിലാണ് ഇത് ചെയ്യുന്നത്. എന്നൊക്കെ സിഗ്മ ഐ ഈക്വൽ ടു 1 to n w of i into x of i plus b. Okay, it determines the weight of total pass of an input and actuation function to produce the output. ഇതെന്ത് ചെയ്യും, ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് ടോട്ടൽ പാസ്ഡ് ഇൻപുട്ട്, ടോട്ടൽ പാസ് ചെയ്ത ഇൻപുട്ട് ആക്ടിവേഷൻ ഫംഗ്ഷൻ ടു പ്രൊഡ്യൂസ് ദി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ. ആൻഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ ചൂസ് വെദർ ദി നോഡ് ഷുഡ് ഫയർ ഓർ നോട്ട്. Only these who fired make it to input layer, output layer. There are destructive actuation function available that can be applied upon the sort of a task are performed. Okay. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കുക. അഡ്വാൻറ്റേജസ് സിമ്പിളായിട്ട് നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ പാരലൽ പ്രോസസ്സിംഗ് ക്യാപ്പബിലിറ്റി, സ്റ്റോറിങ് ഡാറ്റ ഓൺ ദി എൻ്റർ നെറ്റ്വർക്ക്, ക്യാപ്പബിലിറ്റി ടു വർക്ക് വിത്ത് ഇൻകംപ്ലീറ്റ് നോളജ്. നാലാമത് ഹാവിങ് എ മെമ്മറി ഡിസ്ട്രിബ്യൂഷന്, ഹാവിങ് എ ഫോൾട്ട് ടോളറൻസ്. അങ്ങനെ 5 അഡ്വാൻറ്റേജസാണ് കോമൺലി ഉള്ളത്. ഈ പാരലൽ പ്രോസസ്സിംഗ് ക്യാപ്പബിലിറ്റി എന്ന് വെച്ചാൽ ഒരേ സമയം ഒന്നിലധികം ജോലി ചെയ്യാനുള്ളൊരു ഇതാണ്, ഒരു കഴിവിനെയാണ് പാരലൽ പ്രോസസ്സിംഗ് ക്യാപ്പബിലിറ്റി എന്നത്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഹാവ് എ ന്യൂമറിക്കൽ വാല്യൂ ദാറ്റ് ക്യാൻ പെർഫോം മോർ ദാൻ 1 ടാസ്ക് സൈമൾട്ടേനിയസ്ലി. ഒന്നിലധികം ടാസ്കുകൾ ഒരേ സമയം ചെയ്യാനുള്ളൊരു കഴിവ്, അതാണ് പാരലൽ പ്രോസസ്സിംഗ് ക്യാപ്പബിലിറ്റി എന്നത്. രണ്ടാമത്തെ സ്റ്റോറിങ് ഡാറ്റ ഓൺ ദി എൻ്റർ നെറ്റ്വർക്ക്. ഡാറ്റ ദാറ്റ് യൂസർ ടു ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് ഈസ് സ്റ്റോർഡ് ഓൺ ദി ഹോൾ നെറ്റ്വർക്ക്. ഇതെന്താണെന്ന് വെച്ചാൽ ഡാറ്റ ഈസ് യൂസ്ഡ് ടു ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് സ്റ്റോർഡ് ഇൻ ദി ഹോൾ നെറ്റ്വർക്ക് നോട്ട് ഓൺ എ ഡാറ്റാബേസ്. ഡാറ്റ എന്ത് ചെയ്തിരിക്കണേ, സ്റ്റോർ ചെയ്യുന്നത് പരമ്പരാഗത ഡാറ്റകളൊക്കെ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അത് നെറ്റ്വർക്കിലാണ് സ്റ്റോർ ചെയ്യുന്നത്, അതൊരിക്കലും ഒരു ഡാറ്റാബേസിലല്ല. ഓക്കെ, ദി ഡിസപ്പിയറൻസ് ഓഫ് എ കപ്പിൾ ഓഫ് പീസസ് ഓഫ് ഡാറ്റ ഇൻ വൺ പ്ലേസ് ഡസ് നോട്ട് പ്രിവെൻറ്റ് ദി നെറ്റ്വർക്ക്. എന്ന് വെച്ചാൽ ഒരിടത്ത് 2 ഡാറ്റാ കഷ്ണങ്ങൾ അപ്രത്യക്ഷമാവുന്നത്, ഡാറ്റ ഈസ് വൺ പ്ലേസ് ഡസ് നോട്ട് ദി നെറ്റ്വർക്ക്. ഡിസപ്പിയറൻസ് മീൻസ് അത് അവിടുന്ന് അപ്രത്യക്ഷമാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ നെറ്റ്വർക്കിന് അതെന്ത് ചെയ്യില്ല, തടസ്സപ്പെട്ടില്ല, അതൊരിക്കലും ബാധിക്കില്ല. അതാണ് സ്റ്റോറിങ് ഡാറ്റ ഇൻ എൻ്റെ നെറ്റ്വർക്കിൽ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം അതാണ്. ഡാറ്റാ ബേസിലാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നഷ്ടപ്പെട്ടത് തന്നെയാണ്. പക്ഷേ നെറ്റ്വർക്കിൽ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് അതെന്ത് ചെയ്യില്ല, ഒരിക്കലും നഷ്ടപ്പെടില്ല. അടുത്തതാണ് capability to work with incomplete knowledge എന്ന് പറഞ്ഞാൽ after artificial neural network training the information may produce output even the inadequate data. നമുക്ക് നഷ്ടപ്പെട്ട ഡാറ്റ അല്ലെങ്കിൽ ഇല്ലാത്ത ഡാറ്റയിൽ നിന്ന് പോലും എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദി ലോസ് ഓഫ് പെർഫോമൻസ് ഹിയർ റിലീസ് അപ്പോൺ ദി സിഗ്നിഫിക്കൻറ്റ് മിസ് ഇൻ ഡാറ്റ. ഇവിടെ നഷ്ടമായ ഡാറ്റയെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ കാരണങ്ങളൊക്കെ. ഓക്കെ, അടുത്താണ് ഹാവിങ് എ മെമ്മറി ഡിസ്ട്രിബ്യൂഷന്. അടുത്ത അഡ്വാൻറ്റേജ് ഹാവിങ് എ മെമ്മറി ഡിസ്ട്രിബ്യൂഷൻ for artificial neural network is to able to adapt in important to determine the example and now encourage network according to the desired output by demonstrating the example to network. Succession of the network is directly proportional to the chosen instance and event cannot appear the network all the expected.
എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെമ്മറി ഡിസ്ട്രിബ്യൂഷന് എന്തുണ്ട്, ഈ നെറ്റ്വർക്കിന് ഒരു മെമ്മറി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇതിൽ ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് വെച്ചാണ്, ഈ നെറ്റ്വർക്കിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓരോ ഡാറ്റ ഇൻപുട്ടിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ടാണ്, പ്രൊപ്പോസിഷൻസ് ഔട്ട്പുട്ടാണ് ഇതിലുണ്ടാവുക. അതല്ലാന്നുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ളൊരു ഔട്ട്പുട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഹാവിങ് എ മെമ്മറി ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റത്തെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഹാവിങ് ഫോൾട്ട് ടോളറൻസ് എന്ന് വെച്ചാൽ എക്സ്റ്റോഷൻ ഓഫ് വൺ ഓർ മോർ സെൽസ് ഇൻ ANS ഡസ് നോട്ട് പ്രോഹിബിറ്റ് ഇറ്റ് ഫ്രം ജനറേറ്റിംഗ് ഔട്ട്പുട്ട്. എന്ന് വെച്ചാൽ ഒന്നിലധികം സെല്ലുകളുടെ എന്താ പറയുന്നത്, അപഹരണം ഔട്ട്പുട്ട് സൃഷ്ടിക്കുന്നതിൽ നിന്ന് അതിനെ തടയില്ല. ഈ സവിശേഷത നെറ്റ്വർക്കിലെ തെറ്റ് ആണ് ആക്കുന്നത്. അതാണ് ഹാവിങ് എ ഫാൾട്ട് ടോളറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഡിസഡ്വാൻറ്റേജസുകളാണ് അഷുറൻസ് ഓഫ് പ്രോപ്പർ നെറ്റ്വർക്ക് സ്ട്രക്ചർ. എന്ന് വെച്ചാൽ there is no particular guideline for determining the structure of the artificial neural network. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിനെ ഡിറ്റർമൈൻ ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ ഗൈഡ് ലൈൻ ഇല്ല, അതിൻ്റെ സ്ട്രക്ചറിനെ ഡിറ്റർമൈൻ ചെയ്യാൻ. ദി അപ്രോപ്രിയേറ്റ് നെറ്റ്വർക്ക് സ്ട്രക്ചർ ഈസ് അക്കംപ്ലിഷ് ത്രൂ എക്സ്പീരിയൻസ്, ട്രയൽ ആൻഡ് എറർ. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യാൻ പോവാം, അതിൻ്റെ എക്സ്പീരിയൻസ് കൊടുക്കാം, അതിൻ്റെ ട്രയൽ ഇല്ലാത്ത ഒരു എററിലേക്കും നയിക്കാൻ സാധ്യതയുണ്ട്. അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അൺറെക്കഗ്നൈസ്ഡ് ബിഹേവിയർ ഓഫ് ദി നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഈസ് ദി മോസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഇഷ്യൂ ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. When an artificial neural network produces a testing solution does not have provided insight concerning why and how, it decreases the trust of the network. എന്ന് വെച്ചാൽ ANS ഒരു ടെസ്റ്റിംഗ് സൊല്യൂഷൻ നിർമ്മിക്കുമ്പോൾ അത് എന്തുകൊണ്ട് എങ്ങനെ എന്നതിനെ കുറിച്ചുള്ളൊരു ഉൾക്കാഴ്ച ഒരിക്കലും ഇത് നൽകുന്നില്ല. ഇത് നെറ്റ്വർക്കിലുള്ള വിശ്വാസം, ട്രസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കുറക്കുന്നുണ്ട്. അടുത്താണ് ഹാർഡ്വെയർ ഡിപ്പെൻഡൻസി. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് നീഡ് പ്രോസസ്സസ് വിത്ത് പാരലൽ പ്രോസസ്സിംഗ് പവർ. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ എന്തിൻ്റെ പ്രോസസ്സറും അതേപോലത്തെ പാരലൽ പ്രോസസ്സിംഗ് പവറിൻ്റെ ആവശ്യകത ഉണ്ട്. ആസ് പെർ ദയർ സ്ട്രക്ചറിന് ആവശ്യമായിട്ടുള്ള therefore the realization of the equipment dependent. അതെന്ത് ചെയ്യുന്നുണ്ട്, അതിനാവശ്യമുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന്, ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സിൻ്റെ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുണ്ട് റിയലൈസ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. അതാണ് ഒന്ന് ഹാർഡ്വെയർ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ. ഡിഫിക്കൽറ്റി ഓഫ് ഷോവിങ് ദി ഇഷ്യൂ ടു ദി നെറ്റ്വർക്ക്. പിന്നത്തെ അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഡിഫിക്കൽറ്റി ഓഫ് ഷോവിങ് ദി ഇഷ്യൂസ് ടു ദി നെറ്റ്വർക്ക്. ANS ക്യാൻ വർക്ക് വിത്ത് ന്യൂമറിക്കൽ ഡാറ്റ വെച്ചാണ് ANS വർക്ക് ചെയ്യുക. ദി പ്രോബ്ലം മസ്റ്റ് ബി കൺവേർട്ടഡ് ഇൻ ടു ന്യൂമറിക്കൽ വാല്യൂ ബിഫോർ ബീയിങ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ANS. എന്ന് വെച്ചാൽ ന്യൂമറിക്കൽ വാല്യൂസിക്ക് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ANS ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത്. ദി പ്രസൻറ്റേഷൻ ഓഫ് മെക്കാനിസം ടു റിസോൾവ് ഹിയർ വിൽ ബി ഡയറക്റ്റ്ലി ഇമ്പാക്ട് ദി പെർഫോമൻസ് ഓഫ് ദി നെറ്റ്വർക്ക് ടു റിയലൈസ് ഓൺ ദി യൂസർ എബിലിറ്റീസ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ സോൾവ് ചെയ്യേണ്ട സംവിധാനത്തിൽ നെറ്റ്വർക്കിൻ്റെ പ്രകടനത്തെ ഇത് ബാധിക്കും. ഇതെന്ത് ചെയ്യും, ഇത് ഉപയോഗിക്കുന്ന ഉപയോക്താവിൻ്റെ കഴിവുകളെ എന്ത് ചെയ്യും, ആശ്രയിച്ചിരിക്കും ഈ കാര്യങ്ങളൊക്കെ. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത ലാസ്റ്റത്തെയാണ് ദി ഡ്യൂറേഷൻ ഓഫ് ദി നെറ്റ്വർക്ക് ഈസ് അൺനോൺ. ദി നെറ്റ്വർക്ക് ഈസ് റെഡ്യൂസ്ഡ് ടു സ്പെസിഫിക് വാല്യൂ ഓഫ് ദി എറർ ആൻഡ് ദിസ് വാല്യൂ ഡസ് നോട്ട് ഗീവ് അസ് ദി ഒപ്റ്റിമം റിസൾട്ട്. എന്ന് വെച്ചാൽ ഇത് ഡ്യൂറേഷൻ ഓഫ് ദി നെറ്റ്വർക്ക് ഈസ് അൺനോൺ എന്ന് വെച്ചാൽ നമുക്കൊരു തെറ്റിനെ ഒരു പ്രത്യേകം സ്പെസിഫിക് വാല്യൂറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ചുരുങ്ങിയിട്ടുണ്ടാവും. ഈ വാല്യൂ എന്തേലും ഒപ്റ്റിമൽ ഫലം ഒരിക്കലും നൽകൂല. അതാണ് ഇവിടെ പറയുന്നത്. ഡസ് നോട്ട് ഗീവ് ഒപ്റ്റിമൽ റിസൾട്ട്. ദിസ് വാല്യൂ ഡസ് നോട്ട് ഗീവ് ആൻ ഒപ്റ്റിമൽ റിസൾട്ട്. അടുത്തന്നെ ഹൗ ടു ഡു ആർട്ടിഫിഷ്യൽ നെറ്റ്വർക്ക് വർക്ക്. എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നതെന്നും പാടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് വായിച്ചു നോക്കാം നമുക്ക്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ക്യാൻ ബി ബെസ്റ്റ് റെപ്രസെൻറ്റഡ് ആസ് വെയ്റ്റഡ് ഡയറക്റ്റഡ് ഗ്രാഫ്. ഒരു വെയ്റ്റഡ് ഡയറക്റ്റഡ് ഗ്രാഫിൽ
കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. വേർ ദി ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഫ്രം ദി ന്യൂറോൺസ് ഒക്കെ എന്ത് ചെയ്യും, നോട്ട്സ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദി അസോസിയേഷൻ ബിറ്റ്വീൻ ദി ന്യൂറോൺസ് ഔട്ട്പുട്ട് ആൻഡ് ന്യൂറോൺസ് ഇൻപുട്ട്. ന്യൂറോൺസിൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും ക്യാൻ ബി വ്യൂഡ് ആസ് എ ഡയറക്റ്റഡ് എഡ്ജ് വിത്ത് വെയിറ്റ്. എഡ്ജ് എന്ത് അതിൽ വെയിറ്റ് കൊടുത്താൽ നമുക്ക് ഇതാക്കാം. ദി ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് റിസീവഡ് ദി ഇൻപുട്ട് സിഗ്നൽ ഫ്രം ദി എക്സ്റ്റേണൽ സോഴ്സ് ഫ്രം ദി പാറ്റേൺ ആൻഡ് ഇമേജ് ഓഫ് ദി ഫ്രം എ വെക്റ്റർ. ഓക്കെ, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൽ എന്ത് ചെയ്യുക, ഇൻപുട്ട് സിഗ്നൽ റിസീവ് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ സോഴ്സിനാണ്. ഏത് ഫോമിൽ, പാറ്റേൺസ് ആൻഡ് ഇമേജ് ഫോമിൽ. ദി ഇൻപുട്ട് ആർ ദെൻ മാത്തമാറ്റിക്കലി അസൈനഡ് ബൈ ദി നൊട്ടേഷൻസ്. എക്സ് ഓഫ് എൻ എന്ന നൊട്ടേഷൻസിലാണ് ഇൻപുട്ട്സ് മാത്സിൽ മാത്തമാറ്റിക്കലി അസൈൻ ചെയ്തിരിക്കുന്നത്. ഫോർ എവരി എൻ നമ്പർ ഓഫ് ഇൻപുട്ട്. ഓക്കെ, നമുക്കൊരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഒരു സ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞു. ഇൻപുട്ട് ഫസ്റ്റ് നോക്കുക, ഈ റെഡിൽ കൊടുത്തിരുന്ന ഇൻപുട്ടാണ്, ഇൻപുട്ട് ലെയറാണ് x1 x2 xi എക്സെട്ര xn 1 2 i n കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈഡൻ ലെയർ 2 ഹൈഡൻ ലെയർ ഉണ്ടാവും, ചിലപ്പോൾ ഒന്നായിട്ടും കൊടുക്കാം. ഓക്കെ, ഇൻപുട്ട് പോണ ആ സിഗ്നൽ കണ്ടില്ലേ, അതിൽ ഹൈഡൻ ലെയർ 4 ഹൈഡൻ ലെയർ ഇൻപുട്ടും തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 4 ഔട്ട്പുട്ട് ലെയറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതും പരസ്പരമായിട്ട് ഔട്ട്പുട്ട് x1ൻ്റെ നേരെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് y1, x2ൻ്റെ y2, xiൻ്റെ yk, xnൻ്റെ yt കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇൻപുട്ട് സിഗ്നൽ ലെഫ്റ്റ് ടു റൈറ്റ് പോവും. ഔട്ട്പുട്ട് എറർ സിഗ്നൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് എറർ സിഗ്നലും പോവും. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ടൈപ്സ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. ദർ ആർ വേരിയസ് ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഹ്യൂമൻ ബ്രെയിന്, ന്യൂറോൺസ് ആൻഡ് നെറ്റ്വർക്ക് ഫംഗ്ഷൻ. നമ്മുടെ ഹ്യൂമൻ ന്യൂറോൺസിനും അതേപോലെ തന്നെ നെറ്റ്വർക്ക് ഫംഗ്ഷൻസിനും അനുസരിച്ച് പലതരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകളും ഉണ്ട്. ആൻഡ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് സിമിലർലി പെർഫോം ടാസ്ക്. ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് സിമിലർലി എന്ത് ചെയ്യും, ടാസ്കുകളാണ് പെർഫോം ചെയ്യുന്നത്. ദി മെജോറിറ്റി ഓഫ് ദി ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് വിൽ ഹാവ് സം സിമിലാരിറ്റീസ് വിത്ത് എ മോർ കോംപ്ലക്സ് ബയോളജിക്കൽ പാർട്ട്ണർ ആൻഡ് വെരി എഫക്റ്റീവ് ആൻഡ് ദെയർ എക്സ്പെക്റ്റഡ് ടാസ്ക്. ഫോർ എക്സാമ്പിൾ സെഗ്മെൻറ്റേഷൻ ഓർ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നമുക്ക് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ടൈപ്സ് നോക്കാം. ഫീഡ്ബാക്ക് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഫീഡ് ഫോർവേഡ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട്. ഓക്കെ, അടുത്ത് ഫസ്റ്റത്തെ ഫീഡ്ബാക്ക് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്താ നോക്കാം. ഇൻ ദിസ് ടൈപ്പ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ദി ഔട്ട്പുട്ട് റിട്ടേൺ ഇൻ ടു ദി നെറ്റ്വർക്ക് ടു അക്കംപ്ലിഷ് ദി ഇൻവോൾവഡ് റിസൾട്ട് ഇൻറ്റേർണലി. ആസ് പെർ ദി യൂണിവേഴ്സിറ്റി ഓഫ് മസച്യൂസെറ്റ്സ് ലോവൽസ് സെൻറ്റർ ഓഫ് അറ്റോമിക് റിസർച്ച്, ദി ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഫീഡ് information back to the itself and well suited and solved optimization issues. The internal system error correction utilizes feedback artificial neural network. അടുത്താണ് ഫീഡ് ഫോർവേഡ് ആർട്ടിഫിഷ്യൽ. അതിൻ്റെ നേരെ തിരിച്ചുള്ളതാണ് എന്ത്, ഫീഡ് ഫോർവേഡ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. എ ഫീഡ് ഫോർവേഡ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഈസ് എ ബേസിക് ന്യൂറൽ നെറ്റ്വർക്ക് comprising of input layer and output layer. ഇൻപുട്ട് ലെയറിനും ഔട്ട്പുട്ട് ലെയറിനും ഇടയിലാണ് ഇത് കംപ്രൈസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ലെറ്റ് ലീസ്റ്റ് വൺ ഓഫ് ദി ലെയർ ഓഫ് ന്യൂറോൺ ത്രൂ അസെറ്റ്സ് ഓഫ് ദി ഔട്ട്പുട്ട് ബൈ റിവ്യൂവിങ് ഇറ്റ്സ് ഇൻപുട്ട്. ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി നെറ്റ്വർക്ക് ക്യാൻ ബി നോട്ടീസ്ഡ് ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് ബിഹേവിയറിന് ബേസ്ഡ് ആയിട്ടായിരിക്കും അത് നോട്ടീസ് ചെയ്തിരിക്കുന്നത്. Associated neurons and output is decided. The primary advantage of this network is that to figure out how to evaluate and recognize input pattern. Okay, അതാണ് പ്രീറിക്വസിറ്റ് എന്ന് പറഞ്ഞാൽ നോ സ്പെസിഫിക് എക്സ്പെർട്ടൈസ് ഈസ് നീഡഡ് ആസ് പ്രീറിക്വസിറ്റ് ബിഫോർ സ്റ്റാർട്ടിങ് ദി ട്യൂട്ടോറിയൽ. പിന്നെ ഓഡിയൻസ് ഉണ്ട്. ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അവർ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ട്യൂട്ടോറിയൽ ഡെവലപ്ഡ് ബിഗിനേഴ്സ്. ഓക്കെ, ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് നോക്കുമ്പോൾ 2 മാത്രം നോക്കിയാൽ മതി. ഫീഡ്ബാക്കും അതേപോലെ തന്നെ ഫീഡ് ഫോർവേഡ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അത് 2 ടൈപ്പാണ് ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉള്ളത്. ഓക്കെ, താങ്ക് യു.